അതിൽ ഫേമസ് കുട്ടി ഇഡലി എന്ന് പറഞ്ഞ മിനി ഇഡലി ഓർഡർ ഏറ്റവും കൂടുതൽ വരുന്നതും അത് ഇപ്പോഴും അത് തന്നെയാണ്. കാരണം അത് മക്കൾക്ക് വിശേഷം വലിയ പ്രിയമാണ്. കാരണം നല്ല കുഞ്ഞി ഇഡലി ഉണ്ടാക്കി അതിൽ ചൂട് സാമ്പാറും നെയ്യും, ഇതാണ് അതിൻ്റെ. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റ്. വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിരുന്നു മിനി ഇഡലി. അതിപ്പോൾ നമുക്ക് നല്ല തിരക്കാണെങ്കിൽ ഇപ്പോഴും അതിൽ നല്ല ഓർഡർ അതിനുണ്ടാവും. ഏറ്റവും കൂടുതൽ ചായ പോകുന്നുണ്ടല്ലേ? ചായ പോകും. അപ്പോൾ എന്തൊക്കെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാമിൻ്റെ? ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്, പിന്നെ വീറ്റ് ദോശ, വീറ്റ് പുട്ട്, അത് ഇത്രയാണ് ഞാൻ മെയിനായിട്ടും ബ്രേക്ക്ഫാസ്റ്റിനും. പിന്നെ നെയ് റോസ്റ്റ്, പിന്നെ ബ്രെഡ് ഓംലെറ്റുകൾ, സാൻഡ്വിച്ചിൻ്റെയൊക്കെ തന്നെ കുറച്ച് വെറൈറ്റി സാൻഡ്വിച്ചുകൾ, ബ്രെഡ് ഓംലെറ്റും അതുപോലെ തന്നെ. ഇത്രയാണ് മെയിനായിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂടുതലും. നോർത്ത് ഇന്ത്യൻ ചെയ്യും. എനിക്ക് ശരിക്കും നോർത്ത് ഇന്ത്യൻസിനാണ് ഞാൻ ആദ്യം മെസ്സ് തുടങ്ങിയത്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു 2 സ്റ്റാഫുകൾ നോർത്ത് ഇന്ത്യൻസ് വന്ന് അവരെന്നോട് ഇങ്ങോട്ട് വന്ന് ഗൂഗിൾ നോക്കി വന്ന് അവർക്ക് നല്ല ഫുഡ് കിട്ടുന്നില്ല, അപ്പം നമ്മൾ കൊടുക്കണം. അപ്പം അന്ന് നമ്മൾ മെസ്സൊന്നും ഇല്ല, സ്വിഗ്ഗി സൊമാറ്റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, ഇപ്പോൾ 2 പേർക്കായിട്ട് ഫുഡ് കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല, എല്ലാം കൂടെ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങ് പോയി. അടുത്ത ദിവസം ഇവർ വീണ്ടും വന്നു. അപ്പോഴും ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചിട്ട്, ഹിന്ദിക്കാരാണല്ലോ, അപ്പോൾ വന്നപ്പോൾ പുള്ളി പറ്റില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് പോയിട്ട് 3-ാമത്തെ ദിവസം നോക്കുമ്പോൾ വീണ്ടും അവർ വന്ന് വീട്ടിൽ നിൽക്കുന്നു. അവർക്ക് ഫുഡ് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ എന്നോടാൾ പറഞ്ഞിട്ട് നീ എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് കൊടുക്ക്, അപ്പോൾ പാവങ്ങളല്ലേ അവരിങ്ങനെ വന്ന് അപ്പോൾ ഞാൻ അവരോടൊരു സജഷൻ വെച്ചു, ഞാൻ 2 പേർക്ക് 10 തരാം, പക്ഷേ എനിക്ക് 10 ആളെ ആക്കി തന്ന. കാരണം ഈ 2 പേർക്കും മെനക്കിടുന്നതും 10 പേർക്ക് കൊടുക്കുന്നതും ഒരുപോലെയാണ്. അപ്പോൾ എനിക്കതൊരു 10 പേർക്കുള്ള ആളെ അവരോക്കെ പറഞ്ഞു, ഞാൻ 10 പേരെ, പക്ഷേ അവരെനിക്കൊരു 15 പേരെ റെഡിയാക്കി തന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യൻസിന് വേണ്ടി മാത്രം തുടങ്ങിയ മെസ്സായിരുന്നു. പിന്നെ അവരിൽ നിന്ന് മലയാളികൾ അറിഞ്ഞിട്ടാണ് പിന്നെ മലയാളി പിള്ളേരും ഫെഡറൽ ബാങ്കുകാർ ഇങ്ങനെ വന്ന് പിന്നെ ആലുവയിലുള്ള എല്ലാ ബ്രാഞ്ചുകളിലേക്കും നമ്മൾ കൊടുക്കാൻ തുടങ്ങി. അന്ന് 2 നേരത്തതേ ഉണ്ടായിരുന്നുള്ളൂ. നോർത്ത് ഇന്ത്യൻസിന് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അപ്പം ലഞ്ചും ഡിന്നറും മാത്രം മതിയായിരുന്നു. അത് കൊടുത്തു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മലയാളീസ് വന്നപ്പോഴത്തേക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം. ഇപ്പം 3 നേരത്തെ ഫുഡുകാർ മാത്രമേ ഉള്ളൂ, 2 നേരത്തേക്ക് ആരും ഇല്ല. അപ്പോൾ അത്രയും നമ്മൾക്ക് ജോലി കൂടി. ഇത്ര പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം, ഡിന്നർ. അപ്പോൾ ഞാൻ കാര്യം ചെയ്യണം, ഈ കോവിഡ് കാലത്ത് ആരായിരുന്നു മാമിനെ സഹായിച്ചിരുന്നത് വീട്ടിൽ? എന്തായാലും വേറെ സ്റ്റാഫിനെ ഒന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആയിരുന്നു. അതിൻ്റെ മോളായിരുന്നു കൂടുതലും സഹായിക്കുന്ന, മോള് തന്നെയായിരുന്നു. അത് അന്നും ഇന്നും ഇപ്പോഴും അവൾ പഠിക്കാൻ പോകുന്നു, അവളുടെ മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും വെളുപ്പിന് 3:30 മണിക്ക് ഇപ്പോൾ എഴുന്നേക്കും. ഹസ്ബൻഡ് 3:30 ആകുമ്പോൾ എഴുന്നേറ്റ് ചോറിനുള്ള ഇത് തുടങ്ങും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ആ കിച്ചണിലെ പണികൾ തുടങ്ങി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു 4 മണിക്ക് മോള് എഴുന്നേറ്റ് വരും. മോള് എഴുന്നേറ്റ് വന്നാൽ അപ്പം നമുക്ക് രാവിലെ തന്നെ 6:30 ആകുമ്പോഴേക്കും ചോറും കറികളും എല്ലാം റെഡിയാവണം, ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ കറികളും റെഡിയാവണം. അപ്പോഴേക്കും ഞാൻ കറികൾ ഉണ്ടാക്കുമ്പോൾ മോള് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളപ്പോൾ ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട് ഇങ്ങനെ ഓരോ ദിവസം മാറിയായിരിക്കും. അപ്പോൾ അതെന്താണോ അതൊരു സ്റ്റൗവിലേക്ക് എൻ്റെ അടുത്ത് അവളവിടെ അങ്ങ് നിൽക്കും. നിന്നിട്ട് അത് എത്രയും അവൾ ഒരൊറ്റ നിപ്പിൽ നിന്ന് ഇപ്പോൾ ഏകദേശവും രാവിലെ നമുക്കൊരു 45-50 പേർക്ക് അടുത്ത് ഉണ്ട്. അത്രയും പേർക്കുള്ള, ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ഒരു 75 പേരൊക്കെ ഉണ്ടായിരുന്നതുണ്ട്, സമയമുണ്ട്. അന്നും രാവിലെ അവൾ എഴുന്നേറ്റ് നിന്ന് ഇത്ര പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവൾ റെഡിയാക്കി.